ഇതിലും വലിയൊരു മറുപടി ജോൺ ബ്രിട്ടാസിന് ഇനി സ്വപ്നങ്ങളിൽ മാത്രം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ ഗോതയിൽ മറുപടി കൊടുക്കുമ്പോൾ അത് കൃത്യമായി തറയ്ക്കേണ്ടിടത്ത് തന്നെ തറയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബ്രിട്ടാസിന്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പതറാതെ അതിശക്തമായ ഭാഷയിൽ സതീശൻ തിരിച്ചടിച്ചപ്പോൾ ചിരിമാഞ്ഞത് ഇടതുപക്ഷ പാളയത്തിലാണ്. ബ്രിട്ടാസിനെ വെറും ഒരു പാലമായല്ല, തമിഴ്നാട്ടിലെ പാമ്പൻ പാലത്തോടാണ് സതീശൻ ഉപമിച്ചത്. ബി.ജെ.പിയെയും CPM-നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടിയുറച്ച പാമ്പൻ പാലമാണ് ജോൺ ബ്രിട്ടാസ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. രാഷ്ട്രീയ മര്യാദകളെക്കുറിച്ച് വാചാലനാകുന്ന ബ്രിട്ടാസിനും CPM-നും വായടപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ സ്പീക്കറോ ഔദ്യോഗികമായി വിളിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ മര്യാദ മാത്രമാണെന്ന് സതീശൻ ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഓണസദ്യയിൽ താൻ പങ്കെടുത്തത് മര്യാദയുടെ പുറത്താണ്. സമാനമായി ഗവർണർ വിളിക്കുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കാറില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ഗവർണർ RSS പശ്ചാത്തലമുള്ള ആളാണെന്ന് പറയുന്നവർ അദ്ദേഹം ഇരിക്കുന്നത് ഭരണഘടനാപരമായ ഒരു പദവിയിലാണെന്ന് മറക്കരുത്. മറ്റുള്ളവർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ സ്വന്തം നെഞ്ചിലേക്കാണ് മടങ്ങുന്നതെന്ന് ഓർക്കണമെന്നും സതീശൻ പറഞ്ഞു. CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഇടനിലക്കാരനായി ബ്രിട്ടാസ് മാറുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഡൽഹിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിട്ട് കൊടുക്കുന്ന വിധേയത്വമാണ് കേരള മുഖ്യമന്ത്രി കാണിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. സ്വന്തം പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയോ സെക്രട്ടേറിയറ്റോ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരോ പോലും അറിയാതെ PM ശ്രീ വിഷയത്തിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ സതീശൻ രൂക്ഷമായി വിമർശിച്ചു. CPI മന്ത്രിമാരെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് BJP ഭരണകൂടത്തിന് വിധേയനാകുന്ന മുഖ്യമന്ത്രിയുടെ ഈ ഇരട്ടത്താപ്പിനെ വെള്ളപൂശാൻ ബ്രിട്ടാസ് നടത്തുന്ന ശ്രമങ്ങൾ ഇനി നടപ്പില്ലെന്ന താക്കീതും സതീശൻ നൽകുന്നുണ്ട്. സതീശന്റെ വക ബ്രിട്ടാസിനുള്ള മറുപടി വീഡിയോ കാണാം. എന്താ അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു. അതൊക്കെ മര്യാദയല്ലേ? പ്രധാനമന്ത്രി സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്ന പരിപാടി എനിക്ക് ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് സുഖമില്ലാതായിരുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്, അത് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ. രാഷ്ട്രീയമായിട്ട് ഫൈറ്റല്ലേ? ഞാൻ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ. ഓണം ഗവൺമെൻറ്റും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ടായി. ഞാൻ പോയതിന് ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോകണം. ബ്രിട്ടാസ് മറ്റേ പാലമാണ്, പാലം. ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ്. CPM-ഉം BJP ആയിട്ടുള്ള പാലമാണ്, പാലം. മനസ്സിലായില്ലേ? അതിൻ്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി. ഗവർണർ RSS-കാരനാണല്ലോ അല്ലേ? ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോകാറില്ലേ? ബ്രിട്ടാസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ്. ഗവർണർ RSS-കാരനാണ്, RSS-കാരൻ. പക്ഷെ അതേ ആ പൊസിഷനിൽ ഇരിക്കുകയാണ്, ലോക് ഭവനിൽ ഗവർണറായിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വിളിച്ചാൽ മുഖ്യമന്ത്രി പോകണ്ടേ? അപ്പോൾ RSS-കാരൻ വെറുതെ പറയുമ്പോൾ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ 4 വിരലിൽ സ്വന്തം നെഞ്ചത്തോട്ടാന്നുള്ള തോന്നലുകൂടി വേണം. പാമ്പം പാലമാണ് ബ്രിട്ടാസ്. ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല. ഇല്ല. പൂച്ചണ്ടല്ലേ മുഖ്യമന്ത്രി പോകണ്ടെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. വണങ്ങി നിൽക്കുമ്പോൾ വിധേയത്വം കാണിക്കുമ്പോൾ നമ്മൾ പറയും. ആണല്ലോ. ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഡൽഹിയിൽ ചെന്ന് നിൽക്കുകയാണ്. അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിടുകൊടുക്കും. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അറിയാതെ ആ PMCയിൽ ഒപ്പുവെച്ച് എന്നിട്ട് ക്യാബിനറ്റിൽ വന്നിരുന്നിട്ട് ആ പാവൻ രാജനും 4 CPI മന്ത്രിമാരും ഒരിക്കലും ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുന്ന കാര്യം പോലും പറയാതെ അവരെ പറ്റിച്ച ആളാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച പാമ്പൻ പാലമാണ് ബ്രിട്ടാസ്.